ഹലോ നമസ്കാരം, താര സൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നേക്കണ. സൺഡേ സ്പെഷ്യൽ കപ്പയും ബീഫും പൊള്ളിച്ചത് എൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് ബീഫും കപ്പയാണ് ലഞ്ചിന് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അത് പൊള്ളിക്കണ വീഡിയോ ആണ്. അപ്പോൾ അതിനുവേണ്ടി കപ്പ അരിഞ്ഞ് നന്നായിട്ട് കഴുകി നമ്മൾ പാത്രത്തിലിട്ട് ഉപ്പും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി കളയും. വെള്ളം ഊറ്റി കളഞ്ഞാൽ അതിൻ്റെ ചെറിയ കയ്പ്പ് രസമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ. അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വയ്ക്കാം, അടപ്പത്ത് വയ്ക്കാം. എന്നിട്ടത് വെന്തതിന് ശേഷം നമുക്ക് ആ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയാം. അപ്പോൾ ഈ കപ്പ നന്നായിട്ട് വേകണ കപ്പയാണ്. അപ്പോൾ വെന്ത് ഭയങ്കരമായിട്ട് ഉടയണത് ഇഷ്ടമല്ല, അതുകൊണ്ട് അധികം ഉടയണ ഭാഗത്തിലല്ല എടുക്കണത്. നന്നായിട്ട് വേകണ കപ്പയാണ്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണ വെള്ളമുള്ള. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പാത്രം കഴുകണ അടുക്കളയിലെ വാഷ് ബേസിനിൽ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിൽ കൂടി പോയി വല്ല ചെറിയ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ കുഴലിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകാനും ഒക്കെ നല്ല ഉപകാരമാണ്. അപ്പം ഇങ്ങനെ തിളച്ച വെള്ളം നമ്മൾ സിങ്കിൻ്റെ ഉള്ളിൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വല്ല പാറ്റ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാൻ നല്ലതാണത്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, തിളച്ച വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ പാനിലിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഭയങ്കര ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒരു പകുതി വഴന്നാൽ മതിയാകും. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടി തന്നെയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീഫ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ ഗ്രേവിയും കുറച്ച് ബീഫും കൂടിയാണ് ഞാൻ എടുക്കണം. അപ്പോൾ ഇത് നല്ല നെയ്യുള്ള ബീഫായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പയും ബീഫും വെക്കുമ്പോൾ നല്ല നെയ്യുള്ള നല്ല ഇറച്ചിയായിരിക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബീഫിൽ നന്നായിട്ട് നെയ്യൊക്കെ ഉണ്ടായിരുന്ന കാരണം കപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ ആ ബീഫിൻ്റെ ഗ്രേവിയോടുകൂടി തന്നെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കപ്പിടുമ്പോൾ ഗ്രേവിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ബീഫ് കുറച്ചാണെങ്കിലും നമുക്കതിൻ്റെ ഗ്രേവിയിലാണ് കപ്പയിൽ പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇതിൽ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ കപ്പ മുഴുവനും നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള ഈ ഗ്രേവിക്ക് പാകമുള്ള കപ്പ ഇടണുള്ളൂ. അപ്പോൾ നമുക്കതൊന്നും ഇട്ടിട്ട് കപ്പയും കൂടി അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാഴല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് നമുക്ക് ചെറിയൊരു പഴയൊരു പാനിലിട്ടിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്തിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നല്ല തട്ടുകട സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്. അപ്പം നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ചിലപ്പോഴൊക്കെ വാങ്ങി കഴിക്കുമ്പോഴൊക്കെ ആയാലും ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് പിള്ളേരൊക്കെ കഴിക്കണത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇത് വീട്ടിലുണ്ടാക്കി കൊടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ കപ്പ ഉടച്ച് കഴിക്കണമെന്നുള്ളവർക്ക് അത് നന്നായിട്ട് നമ്മുടെ ആ തവിയും കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത കപ്പയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ഉടയ്ക്കാറുള്ളൂ, അധികം ഉടയ്ക്കണത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സവാള അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച്. അപ്പോൾ നമ്മുടെ മസാല ലാസ്റ്റാണ് ഞാൻ ഇടണത്. അപ്പോൾ മസാല വീട്ടിൽ പൊടിച്ച് തന്നെ മസാലയാണ്. അപ്പോൾ പെരിഞ്ചീരകവും ഏലക്കായയും കൂടുതലിടാറുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലക്ക് നല്ലൊരു പ്രത്യേക ഫ്ലേവറും മണവുമാണ്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വാഴല വാട്ടിയിട്ട് അതിലേക്ക് ഈ ബീഫും കപ്പയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സവാളയും മല്ലിയിലയും കറിവേപ്പിലയും കൂടിയൊക്കെ മീതയും താഴെയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വാഴല ഒന്ന് പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് തന്നെ കെട്ടി നമുക്ക് പഴയ പാനിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തട്ടുകട സ്റ്റൈലിലുള്ള കപ്പയും ബീഫും പൊള്ളിച്ചത് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വാഴലയൊക്കെ പൊള്ളിച്ച് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണവും വരും. നല്ല കൊതിപ്പിക്കുന്നൊരു
ഗന്ധമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റിയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ നല്ല തട്ടുകട സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റുള്ളൊരു കപ്പയും ബീഫും പൊള്ളിച്ചത് തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകാറുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നമ്മിത് പൊള്ളിച്ചിട്ട് തുറക്കുകയാണ്. അപ്പോൾ തുറക്കുമ്പോഴുള്ള പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ അതൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കിഴിയായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.